സുരേഷ് ഗോപി ഒരു റിപ്പോർട്ടറെ പിടിച്ച് തള്ളിയത്രേ. സുരേഷ് ഗോപി അക്രമം കാണിച്ചു. സുരേഷ് ഗോപി ഭരചന്ദ്രൻ ആവണ്ട. ഇതൊക്കെയാണ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് TV ചാനലുകളിൽ കാണുന്ന കാര്യം. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താ? ആരാ ഇവിടെ കള്ളക്കഥ ഉണ്ടാക്കുന്നത്? ഇപ്പം ഞാൻ പറയുന്നു, സുരേഷ് ഗോപിയുടെ ഭാഗത്താണ് 100% ന്യായവും. അദ്ദേഹം അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുകയാണത്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തു. എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കി പുതിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രമോദ് പെരുമ്പായിക്കാട്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ആ ഇലക്ഷന്റെ സമയത്തും അതിനു മുമ്പും ഒക്കെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ബ്ലണ്ടർ വിളിച്ച് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു മന്ത്രിയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട് MP ആയിട്ട് വിട്ട് മന്ത്രിയായ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം അബദ്ധം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും, യാതൊരു സംശയം വേണ്ട. പക്ഷെ ഇന്നത്തെ കാര്യം, ഇന്ന് അദ്ദേഹം ഒരബദ്ധവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് കൊടുത്തത്. മീഡിയക്കാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരുപാട് പേരുണ്ട് ഈ അമ്മ വിഷയത്തെക്കുറിച്ച്, അതായത് മലയാള സിനിമയിലെ വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ശ്രീ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ്. സിനിമാ നടനായി കഴിഞ്ഞിട്ട്, ഒരു സ്റ്റാർ ആയി കഴിഞ്ഞിട്ട് മന്ത്രിയായ ആളാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എല്ലാം ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ പത്രക്കാരെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അവരെ സന്തോഷിപ്പിക്കുന്ന രീതി സംസാരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. നിങ്ങളിത് അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം എന്താണ്? അത് കോടതി തീരുമാനിക്കട്ടെ. സർക്കാരല്ലേ ഇതിനകത്ത് വാദി, അല്ലെ സർക്കാർ കേസ് കൊടുക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനായിട്ടാണ്? കാരണം ഞാൻ കേന്ദ്രമന്ത്രിയാണ് എന്നത് എടുത്ത് പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അതല്ലേ യാഥാർത്ഥ്യം. ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നതാണോ ഇപ്പം ഞാൻ വേറൊരു കാര്യത്തിന് പോവുകയാണ്. നിങ്ങളിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, അമ്മയുടെ കാര്യം എന്തായി, അമ്മയിലെ തീരുമാനം എന്തായി, AMMA അല്ലേ, അതിലെ തീരുമാനം എന്തായി എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നു. ഇതിന് ഞാൻ എങ്ങനെയാണ് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം പറയുന്നത്? അവിടെ അവർ തീരുമാനങ്ങൾ എടുക്കും, അവർ നിങ്ങളെ അറിയിക്കും. ഇതിനെല്ലാത്തിനും എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഇത്രയൊന്നും വിശദീകരിച്ച് വൃത്തികേടാക്കാതെ അദ്ദേഹം 2-3 സെന്റൻസുകളിൽ നല്ല നല്ല ഉത്തരങ്ങൾ തരികയല്ലായിരുന്നു ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വലിയൊരു തെറ്റായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. തീറ്റ എന്നൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത്. കേന്ദ്രമന്ത്രിയുടെ ആദ്യ പ്രതികരണം. നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത്. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ. എന്താ തീറ്റ എന്നുള്ള വാക്കിന് എന്താ തെറ്റ്? നിങ്ങൾ എന്തിനാണ് ദ്വയാർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്? തീറ്റ എന്നുള്ളതിന് ഞാൻ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് ഞാൻ പറയുന്നു ഫുഡ്, അല്ലെങ്കിൽ ലിവ്ലിഹുഡ്. ഓരോരുത്തരും അവനവന്റെ അന്നത്തിനായി ജോലി ചെയ്യുന്നു. പക്ഷേ ആ ജോലി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് മാന്യമായിട്ടൊരു ജോലിയല്ല, നിങ്ങൾ കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനകത്ത് തീറ്റ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ എന്തത്ര തെറ്റെന്താ? റിപ്പോർട്ടർമാർ മലയാളി, ഞാനും മലയാളി, സുരേഷ് ഗോപി മലയാളി. അനാവശ്യമായിട്ടുള്ള അർത്ഥം കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ. വേറൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത്, ആടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്നവരാണ് നിങ്ങൾ. അവിടെയും അദ്ദേഹം മാന്യനാണ്. ആടിനെ തമ്മിൽ തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല, നിങ്ങളൊരു സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റി. അദ്ദേഹം നല്ല വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാനാണെ പറയും, ആളുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനാടാ നീയൊക്കെ. അദ്ദേഹം അത് പറഞ്ഞില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ ഒരു കേന്ദ്രമന്ത്രിയാണ്. അങ്ങേർക്കും എവിടെ നിന്നൊക്കെ അഡ്വൈസ് കിട്ടുന്നുണ്ട്, എവിടെയെല്ലാം വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കണമെന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറയാത്തത്. പക്ഷേ പഴഞ്ചൊല്ലി അറിയാവുന്ന നിങ്ങൾക്ക്, മലയാളിയായ നിങ്ങൾക്ക്, ചാനലുകാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും മനസ്സിലായി, ആടിനെ കൊണ്ട് ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനാണ്, കുരുട്ടുബുദ്ധികളാണ് ചാനലുകാർ. ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടും ഒന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് വൈരാഗ്യം തീർക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് കള്ളക്കഥ പറയുകയാണ്. ശ്രീ സുരേഷ് ഗോപി എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മറുപടികളെ ട്വിസ്റ്റ് ചെയ്ത് അവിടെ സുരേന്ദ്രൻ സാറിന്റെ അടുത്ത് നിന്ന് അവതരിപ്പിച്ചു. സുരേന്ദ്രൻ BJP പ്രസിഡന്റ് സുരേന്ദ്രന്റെ അടുത്ത് നിന്ന് അവതരിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അറിയിക്കേണ്ടത് സുരേഷ് ഗോപിയല്ല, അത് ഇവിടുത്തെ പ്രസിഡന്റാണ്. അതിനെന്താ തെറ്റെന്താ? സംസ്ഥാന പ്രസിഡന്റാണെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം. പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ്. അതങ്ങനെ തന്നെയല്ലേ? പിന്നെ സുരേഷ് ഗോപിയെ സുരേന്ദ്രൻ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു എന്തിനാ വീണ്ടും ക്യാപ്ഷൻ ഉണ്ടാക്കിയിട്ടത്? തള്ളി പറഞ്ഞു അദ്ദേഹം? ഇല്ലല്ലോ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. കേരളത്തിലെ കാര്യങ്ങൾ, കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനങ്ങൾ പ്രസിഡന്റാണ് ഒഫീഷ്യലായിട്ട് പറയേണ്ടത്. ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അടുത്ത കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് സുരേന്ദ്രന്റെ പ്രതികരണം ഇഷ്ടപ്പെട്ടില്ല, ആ ദേഷ്യത്തില് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ഈ പഴഞ്ചൊല്ലി. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പഴഞ്ചൊല്ലൊക്കെ അറിയാം. നിങ്ങളത് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപി അങ്ങാടി തോറ്റതിന് അമ്മയോട്. ആർക്കാ ദേഷ്യം വരാത്തത്? ഒന്ന് പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ട്വിസ്റ്റ് ചെയ്ത് അവിടെ പോയി അപ്പുറത്ത് പോയി പറഞ്ഞു, സുരേന്ദ്രൻ സാറിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടെ വന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കായാലും ദേഷ്യമൊക്കെ വരും, കുറച്ച് നിയന്ത്രണമൊക്കെ പോകും.
ഇനി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചാനലുകാരോട് എടുത്തു പറയുന്നത്, ശ്രീ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. മാധ്യമപ്രവർത്തകർ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സുരേഷ് ഗോപി പരാതി നൽകിയത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. തനിക്കും സ്റ്റാഫിനും കയ്യേറ്റ ശ്രമം ഉണ്ടായെന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ വിശദീകരണം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഈ റിപ്പോർട്ടർമാരെയൊക്കെ ഇത്രയും അടുത്തേക്ക് വരാൻ അനുവദിക്കുന്നത്. നിങ്ങളൊക്കെ പുറത്ത് ചെന്ന് നോക്ക്, അതായത് കേരളത്തിന് പുറത്ത് അവിടെ ഓരോ മന്ത്രിമാരൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. കുറെ ബ്ലാക്ക് കാറ്റ്സ് അല്ലെങ്കിൽ ബൗൺസേഴ്സ്, പിന്നെ ഇഷ്ടം പോലെ പോലീസ്. ഒരു 3 മീറ്റർ അകലം പാലിക്കണം റിപ്പോർട്ടർമാരെല്ലാം, ഏത് ചാനലാണെങ്കിലും എന്താണേലും. അല്ലാതെ ഇങ്ങനെ അടുത്തൊന്നും ചെല്ലാൻ പറ്റില്ല. സുരേഷ് ഗോപി പിടിച്ച് തള്ളിയെന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് കൈപ്പാങ്ങിന് അവിടെ ചെന്ന് നിന്നു കൊടുത്ത്? എന്തിനാണ് അടുത്തേക്ക് ആ മൈക്കിങ് ഇങ്ങനെ തള്ളി പിടിച്ചോണ്ട് പോയത്? ബൈക്കും കൊണ്ട് എല്ലാം ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതയാളുടെ വായിലേക്ക് തള്ളിക്കയറ്റുന്ന രീതിയിലാവരുത്. മുകേഷ് MLA രാജിവെക്കണമെന്നതാണ് BJP നിലപാടെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചായിരുന്നു ചോദ്യം. പിന്നാലെയായിരുന്നു ക്ഷുഭിതനായത്. മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി അരിശത്തോടെ കാറിൽ സുരേഷ് ഗോപി മടങ്ങി. മുകേഷിനെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കട്ടെ എന്നായിരുന്നു കേന്ദ്ര. അതുകൊണ്ട് തന്നെ എനിക്ക് ദേഷ്യം വന്നത്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട് ഒരു ലിമിറ്റൊക്കെ. നിങ്ങളുടെ താളത്തിന് തുള്ളാനല്ല ഒരു മന്ത്രി അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു മന്ത്രിക്ക് കുറച്ചുകൂടി ആദരവ് കൊടുത്തുകൂടാ നിങ്ങൾക്ക്? സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യമുണ്ട് ചാനലുകാർക്ക്. ആരോപണങ്ങൾ അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ എന്ന്. ശരിയല്ലേ? അത് ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് എവിടെ നിന്നോ ഏതെങ്കിലുമൊക്കെ 1-2 സിനിമയിൽ അഭിനയിച്ച നടിമാരെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുന്നു, അവരെ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു അഷുറൻസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്തൊക്കെയോ പറയിപ്പിക്കുന്നു. എല്ലാ അശ്ലീലം ഇത് പറയിപ്പിക്കേണ്ട സ്ഥലമാണോ ഈ ചാനൽ? അല്ലെ ഈ ചർച്ച ചാനൽ എന്ന് പറയുന്നത്, TV ചാനൽ എന്ന് പറയുന്നത് വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന ഒരു കാര്യമല്ലേ? അവിടെ ഇരുന്നുകൊണ്ട് എന്നെ അവിടെ കയറി പിടിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ. വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് കാണുന്ന TV, ആ TV എല്ലാ പ്രായത്തിലുള്ളവരും ആ വീട്ടിലുണ്ട്. കേൾക്കുന്ന മുഴുവൻ അശ്ലീലമാണ്. അശ്ലീലം പറയാനായിട്ട് ഈ 1-2 സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള, ഒട്ടും തന്നെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഓരോ നടിമാര്, ഇവരിൽ പലരെയും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, അല്ലെ ഞാൻ കണ്ടെങ്കിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അത്രയ്ക്കും അപ്രധാന വ്യക്തികളാണ് ഈ കഥ പറയുന്ന വ്യക്തികളൊക്കെ. എന്തുകൊണ്ട് ഇതുവരെ പ്രശസ്തരായ ഒരു നടിയും ഈ താരങ്ങളെക്കുറിച്ച്, അതായത് ആണുങ്ങളായ താരങ്ങളെക്കുറിച്ച് ഒരു കംപ്ലൈന്റ് ഒന്നും ഇതുവരെ പറയുന്നില്ല, മുമ്പോട്ട് വന്നു? അവർക്കല്ലേ കൂടുതൽ പേടി വരേണ്ടത്, അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് അവരൊന്നും മുമ്പോട്ട് വരാത്തത്? ഇത് എവിടെയോ കിടന്ന കുറെ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ഈ സകലമാന ആണുങ്ങളും മോശക്കാരാന്നുള്ള രീതിയിലാക്കി തീർക്കുമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ഇതാ സുരേഷ് ഗോപിയെ കുറിച്ച് കഥയുണ്ടാക്കി അദ്ദേഹത്തിന് ഒരു വില്ലനാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ മാക്സിമം അങ്ങ് അപമാനിക്കുക. എന്ത് കിട്ടും നിങ്ങൾക്ക്? ഞങ്ങൾ സാധാരണക്കാർ, ഞങ്ങൾ ഒരു TV കാണുന്നു. എന്തിന്? TV ന്യൂസ് ചാനൽ കാണുന്നു. എന്തിന്? വാർത്തകൾ അറിയാനായിട്ട്, സത്യസന്ധമായ വാർത്തകൾ അറിയാനായിട്ട്. എല്ലാ ചാനലുകാരും പറയുന്നുണ്ട് ഞങ്ങളാണ് ആദ്യം പുറത്തു വിട്ടത്, ഞങ്ങൾ ആദ്യം പുറത്തു കൊണ്ടുവന്നു, ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നു, അങ്ങനെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുന്ന ഈ ചാനലുകാർ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മന്ത്രിയെ കുറിച്ച് എന്തിനീ കള്ളക്കഥ പറയുന്നു? അദ്ദേഹം സീരിയസ് ആയിട്ട് സംസാരിച്ചു, അല്പം ക്ഷുഭിതനും കൂടി ആയിരുന്നു, സംശയമില്ല കാര്യത്തില്, എന്ന് കരുതിയിട്ട് മീഡിയയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ മീഡിയയെ തള്ളി എന്നൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ അവിടെ എവിടെയും പോയി കൂട്ടിപ്പിടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മോശമല്ലേ കാണിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ഈ ചാനലുകളെ വിശ്വസിക്കും? ഇവർ പറയുന്ന വാർത്തകൾ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നടക്കുന്ന കഥകളൊന്നും കേട്ടേ ഒന്നിനും ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ഏതെങ്കിലും ഒരു വാർത്ത വരും, ഒരാഴ്ച മുഴുവൻ അതിന്റെ മുകളിൽ അങ്ങനെ ട്രം അടിച്ചങ്ങ് നടക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വാർത്ത കേട്ടിരിക്കുമ്പോൾ ഇതെവിടെ ഇട്ടിട്ട് അകത്തേക്ക് കയറി പിടിക്കും. എന്താണ് ശിരൂരി എന്നിട്ട് പറഞ്ഞത്? അർജുന്റെ വീട്ടുകാരുടെ എന്താ പറഞ്ഞ്? ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, അർജുനെയും കൊണ്ട് അല്ലാതെ ഞങ്ങൾ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞ ചാനൽ റിപ്പോർട്ടർമാർ വരെ ഉണ്ട്. ഇത് എന്ത് ഇപ്പൊ എല്ലാവരും എവിടെയാ? അർജുൻ എവിടെയാ? നിങ്ങൾ എന്ത് ചെയ്യുന്നായി പറഞ്ഞത്? വയനാട്ടിൽ പോയിട്ടോ കുറെ റിപ്പോർട്ടൊക്കെ ചെയ്തു. എന്നിട്ട് ഇപ്പതേ സിനിമാ കഥ വന്നപ്പോഴത്തേക്കും വയനാട്ടിനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടുന്നില്ല, ഒരു സ്ക്രോളിംഗ് ആയിട്ട് പോലും താഴെ പോലും കാണിക്കുന്നില്ല. എന്നിട്ട് മഹാത്മൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഞങ്ങളാണ് എല്ലാം പുറത്തു കൊണ്ടിരുന്നത്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ കേരളം ഇല്ല എന്നൊരു രീതിയിലാണ് ഈ പ്രൈവറ്റ് ചാനലുകാരെല്ലാവരും അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ മനസമാധാനത്തോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒറ്റ ചാനലേ ഉള്ളൂ, അതാ ദൂരദർശനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആകെ വാർത്ത തരുന്ന ദൂരദർശൻ മാത്രമായിരുന്നു. ആ സമയത്തിരുന്ന് സീരിയസ് ആയിട്ടിരുന്ന് അച്ഛനും മക്കൾക്കും എല്ലാവർക്കും കൂടി ചേർന്നിരുന്ന് ഈ ചാനൽ കണ്ട് വാർത്തകൾ അറിയാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ കേൾക്കുന്ന മുഴുവൻ ഇക്കില് കഥ, എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇതൊക്കെയല്ലേ ഇപ്പൊ ഈ ന്യൂസ് ചാനൽ? ആവർത്തന വിരസതയോ അത് സഹിക്കാൻ പറ്റുന്നില്ല. റിപ്പീറ്റ് ആയിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങ് ഫ്ലാഷ് ചെയ്യുകയാണ്. ശരിക്കും പറയാ കണ്ണു വേദന എടുക്കുന്നു. ഈ ചുവപ്പും നീലയും പച്ചയും എല്ലാം കൂടെ ഇങ്ങനെ മാറി മാറി അടിച്ച് ഫ്ലാഷ് ആയിട്ട് അതിങ്ങനെ സൂം ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. എന്റെ കണ്ണു വേദന എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാം ഇതേ ഫീലിംഗ് ഉണ്ടാകുന്നതാണ് എന്റെ വിശ്വാസം. അല്ല എന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എല്ലാ ചാനലുകാരും ഇതാ പരിപാടി, ഫ്ലാഷ് അടിക്കുകയാണ് നമ്മുടെ മുഖത്തോട്ട്.